ദൈവസ്നേഹത്തിൽ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന മുഴുവനായും കേൾക്കാൻ ശ്രമിക്കുക. നിയോഗങ്ങൾ സമർപ്പിക്കേണ്ട ഭാഗങ്ങളിൽ നിങ്ങളുടെ നിയോഗങ്ങൾ പ്രത്യേകമായി ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നാളെ പ്രഭാതത്തിൽ നമ്മുടെ പ്രാർത്ഥന പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേക നിയോഗ പ്രാർത്ഥനയായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് അപേക്ഷിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയുടെ ദിവ്യപ്രകാശത്താൽ ഞങ്ങളുടെ മനസ്സുകളെ പ്രകാശിപ്പിക്കണമേ. അന്ധകാരവും നിരാശയും നിറഞ്ഞ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് അങ്ങയുടെ പ്രത്യാശയുടെ കിരണങ്ങൾ വർഷിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവകരുണയുടെ ആശ്വാസവും സമാധാനവും നിറയ്ക്കണമേ. പൂർണ്ണ വിശ്വാസത്തോടെയും എളിമയോടെയും തികഞ്ഞ അനുതാപത്തോടെയും ഈ പ്രാർത്ഥനാ സമയം ചിലവഴിക്കാൻ ആവശ്യമായ കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ സാന്നിധ്യം ഈ ഭവനത്തെ വിശുദ്ധീകരിക്കട്ടെ. അനുതാപത്തോടെ നമുക്ക് മനസ്താപ പ്രകരണം ദൈവത്തോടെ എത്തിച്ചെല്ലാം. എൻ്റെ ദൈവമേ, ഏറ്റവും നന്മയുള്ളവനും എല്ലാറ്റിലും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ പശ്ചാത്തപിക്കുന്നു. എൻ്റെ ചിന്തകളാലും വാക്കുകളാലും പ്രവൃത്തികളാലും വീഴ്ചകളാലും ഞാൻ ചെയ്തു പോയ എല്ലാ തെറ്റുകളും ഓർത്ത് ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് മേലിൽ പാപം ചെയ്യുകയില്ലെന്നും പാപസാഹചര്യങ്ങൾ ഉപേക്ഷിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് എന്നോട് കരുണയായിരിക്കണമേ. എന്നെ പാപക്കറകളിൽ നിന്നും കഴുകി വെടിപ്പാക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു. പാതാളങ്ങളിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയിർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഇവിടെ ഒരു സ്വർഗസ്ഥനായ പിതാവും ഒരു നന്മ നിറഞ്ഞ മറിയവും ചൊല്ലി നമുക്ക് ഈശോയ്ക്ക് കാഴ്ചവെക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമ്മുടെ കുടുംബങ്ങളിലെ എല്ലാ നിയോഗങ്ങളെയും ഈ സമയം നമുക്ക് ദൈവത്തിങ്കിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അളവില്ലാത്ത കാരുണ്യത്തിൻ്റെ ഉറവിടമായ ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തെ മുഴുവനായും അങ്ങയുടെ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. കാൽവരി മലയിൽ അങ്ങയുടെ തിരുവിലാവിലെ മുറിവിൽ നിന്നും ഒഴുകിയ തിരുരക്തത്താലും ജലത്താലും ഞങ്ങളെ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കണമേ. ഈ പ്രാർത്ഥനാവേളയിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള ഈ നിലവിളികൾ അങ്ങയുടെ കരുണയുടെ സമുദ്രത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കുടുംബസമാധാനത്തിനും പരസ്പര സ്നേഹത്തിനു വേണ്ടി നമുക്ക് ദൈവത്തോട് യാചിച്ച് പ്രാർത്ഥിക്കാം. കരുണാമയനായ ഈശോയെ, തിരുക്കുടുംബത്തിൻ്റെ നാഥ, ഞങ്ങളുടെ കുടുംബത്തെ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിലെ സ്വാർത്ഥത, അഹങ്കാരം, മുൻകോപം, പരദൂഷണം എന്നിവ നീക്കി മാറ്റിത്തരണമേ. തെറ്റിദ്ധാരണകളുടെയും പൊരുത്തക്കേടുകളുടെയും മതിലുകൾ തകർക്കണമേ. പരസ്പരം സഹിക്കുവാനും ഹൃദയപൂർവ്വം ക്ഷമിക്കുവാനും ഒരുമയോടെ ജീവിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് അരുളണമേ. ഞങ്ങളുടെ ഭവനം പ്രാർത്ഥനയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു സ്വർഗമാക്കി മാറ്റണമേ. അങ്ങയുടെ സമാധാനം എപ്പോഴും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. സാമ്പത്തിക ഭാരങ്ങളിൽ നിന്നും ഉപജീവന മാർഗത്തിനും വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ പക്ഷികളെയും വയലിലെ താമരകളെയും പോറ്റുന്ന പരിപാലകനായ ദൈവമേ, ഞങ്ങളുടെ കുടുംബം നേരിടുന്ന എല്ലാ സാമ്പത്തിക ക്ലേശങ്ങളും കടബാധ്യതകളും തൊഴിലില്ലായ്മയും ബിസിനസ്സിലെ തകർച്ചകളും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ അധ്വാനത്തെ അവിടുന്ന് ആശീർവദിക്കണമേ. അടഞ്ഞ വാതിലുകൾ തുറന്നു തരികയും
പുതിയ തൊഴിലവസരങ്ങൾ നൽകുകയും ചെയ്യണമേ. ന്യായമായ മാർഗങ്ങളിലൂടെ ഞങ്ങളുടെ കടങ്ങൾ വീട്ടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അത്ഭുതകരമായി ഇടപെടുകയും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനും അങ്ങയുടെ പരിപാലനയിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമേ. രോഗസൗഖ്യത്തിനും മാനസിക സമാധാനത്തിനും വേണ്ടി നമുക്ക് ദൈവത്തോട് യാചിക്കാം. ഏറ്റവും വലിയ വൈദ്യനായ ഈശോയെ, രോഗങ്ങളാലും വേദനകളാലും വലയുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ സൗഖ്യദായകമായ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ക്യാൻസർ, ഹൃദ്രോഗങ്ങൾ, പ്രമേഹം തുടങ്ങിയ മാരകമായ അസുഖങ്ങൾ അനുഭവിക്കുന്നവർക്കും പനി, ജലദോഷം, തലവേദന പോലെ സാധാരണ രോഗങ്ങൾ ഉള്ളവർക്കും അങ്ങയുടെ തിരുരക്തത്താൽ പൂർണ്ണ സൗഖ്യം നൽകണമേ. ശാരീരികമായ വേദനകൾക്കൊപ്പം മാനസികമായ ആകുലതകൾ, വിഷാദം, ഭയം, ഉത്കണ്ഠ എന്നിവ അനുഭവിക്കുന്നവർക്ക് അങ്ങയുടെ ആശ്വാസം പകരണമേ. ഡോക്ടർമാർക്കും നഴ്സുമാർക്കും നല്ല ജ്ഞാനം നൽകി രോഗികളെ ശുശ്രൂഷിക്കാൻ അവരെ സഹായിക്കണമേ. ഞങ്ങളുടെ വേദനകളെ അങ്ങയുടെ പീഡാസഹനങ്ങളോട് ചേർത്ത് വെച്ച് ആശ്വാസം കണ്ടെത്താൻ ഞങ്ങളെ സഹായിക്കണമേ. കുഞ്ഞുങ്ങളുടെയും യുവജനങ്ങളുടെയും ശോഭനമായ ഒരു ഭാവിക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വഴിതെറ്റാത്ത വഴികാട്ടിയായ ഈശോയെ, ഞങ്ങളുടെ മക്കളെയും യുവജനങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്നു. ഇന്നത്തെ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്നും ദുർമാതൃകകളിൽ നിന്നും അവരെ കാത്തുരക്ഷിക്കണമേ. മദ്യപാനം, മയക്കുമരുന്ന്, മറ്റ് ദുശീലങ്ങൾ എന്നിവയിൽ നിന്നും അവരെ അകറ്റി നിർത്തണമേ. അവരുടെ പഠനത്തിൽ ഏകാഗ്രതയും ഓർമ്മശക്തിയും നല്ല ബുദ്ധിയും നൽകി അനുഗ്രഹിക്കണമേ. അവർക്ക് ശരിയായ ലക്ഷ്യബോധം നൽകുകയും ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുകയും ചെയ്യണമേ. സഭയ്ക്കും സമൂഹത്തിനും അഭിമാനമായി മാറാൻ അവരെ അനുഗ്രഹിക്കണമേ. വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ജീവിത പങ്കാളികളെ നൽകി അനുഗ്രഹിക്കണമേ. ലോകസമാധാനത്തിനും ആത്മാക്കളുടെ നിത്യശാന്തിക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തിൻ്റെ പ്രഭുവായ ഈശോയെ, യുദ്ധം, കലാപങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയാൽ ദുരന്തമനുഭവിക്കുന്ന ലോകത്തെ മുഴുവൻ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അനാഥർ, വിധവകൾ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എന്നിവർക്ക് അങ്ങയുടെ സാന്ത്വനമേകണമേ. അങ്ങയുടെ തിരുരക്തത്താൽ കഴുകപ്പെട്ട ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന എല്ലാ ആത്മാക്കൾക്കും, പ്രത്യേകിച്ച് ആരും ഓർക്കാനില്ലാത്തവർക്കും, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വേർപിരിഞ്ഞുപോയ എല്ലാ പ്രിയപ്പെട്ടവർക്കും നിത്യശാന്തി നൽകണമേ. സ്വർഗീയ സന്തോഷത്തിലേക്ക് അവരെ അങ്ങ് സ്വീകരിക്കണമേ. യേശുവേ നാഥ, ഗെത്സമനി തോട്ടത്തിൽ രക്തം വിയർത്തു പ്രാർത്ഥിച്ച ഞങ്ങളുടെ ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങയുടെ തിരുമുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങളിലെ അശാന്തിയും പരസ്പരമുള്ള മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥകളെയും ക്ഷമിക്കുവാനുള്ള മടിയും അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി മാറ്റണമേ. അഹംഭാവത്തിൻ്റെ മതിലുകൾ തകർത്ത് തിരുക്കുടുംബത്തിൻ്റെ മാതൃകയിൽ പരസ്പരം സ്നേഹിക്കുവാനും താങ്ങാവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഭവനങ്ങളിലും എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ. നിത്യപിതാവേ, എൻ്റെയും ലോകമൊക്കെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. രോഗികൾക്കും ക്ലേശിക്കുന്നവർക്കുമായി നമുക്ക് വിടുതൽ ലഭിക്കാൻ ഈശോയോട് പ്രാർത്ഥിക്കാം. പീലാത്തോസിൻ്റെ ഭവനത്തിൽ അതികഠിനമായി ചെമ്മട്ടടിയേറ്റ ഈശോയെ, അങ്ങയുടെ ഓരോ മുറിവുകളിലൂടെയും ഞങ്ങൾക്ക് സൗഖ്യം നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാവിധ മാരക രോഗങ്ങളാലും ശാരീരിക വേദനകളാലും വലയുന്നവരെയും മാനസികമായി തളർന്ന് വിഷാദ രോഗത്തിന് അടിമപ്പെട്ടവരെയും അങ്ങയുടെ തിരുമുറിവുകളിൽ ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ദിവ്യവൈദ്യനായ അങ്ങയുടെ സൗഖ്യദായകമായ കരം നീട്ടി അവരെ സ്പർശിക്കുകയും പുതിയ ജീവനും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. കടബാധ്യതകളിൽ നിന്നും സാമ്പത്തിക തടസ്സങ്ങളിൽ നിന്നും വിടുതൽ ലഭിക്കുവാനായി നമുക്ക് ഈശോയോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാൽവരി മലയിലേക്ക് ഭാരമേറിയ കുരിശും ചുമന്നു നടന്ന ഈശോയെ, ജീവിതഭാരങ്ങളാൽ വലയുന്ന ഞങ്ങളെ കനിവോടെ നോക്കണമേ. സാമ്പത്തിക തകർച്ചകളും
തൊഴിലില്ലായ്മയും കടബാധ്യതകളും ബിസിനസ്സിലെ തകർച്ചകളും മൂലം നിരാശരായ എല്ലാവർക്കും അങ്ങയുടെ കരുണയുടെ വാതിലുകൾ തുറന്നു കൊടുക്കണമേ. ഞങ്ങളുടെ അധ്വാനങ്ങൾക്ക് ഫലം നൽകാനും പ്രതിസന്ധികളിൽ തളരാതെ അങ്ങയുടെ പരിപാലനയിൽ പൂർണ്ണമായി ആശ്രയിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. കുരിശിൻ്റെ വഴിയിൽ ജെറുസലേമിലെ സ്ത്രീകളെ ആശ്വസിപ്പിച്ച ഈശോയെ, ഞങ്ങളുടെ മക്കളെയും യുവജനങ്ങളെയും അങ്ങയുടെ കരുണയുടെ സമുദ്രത്തിൽ സമർപ്പിക്കുന്നു. ഇന്നത്തെ ലോകത്തിൻ്റെ അന്ധകാരങ്ങളിൽ നിന്നും മദ്യപാനം, മയക്കുമരുന്ന് തുടങ്ങിയ തിന്മകളിൽ നിന്നും അവരെ അങ്ങ് സംരക്ഷിക്കണമേ. തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്ന് അവരെ വിടുവിക്കണമേ. നല്ല ദൈവഭക്തിയും ജ്ഞാനവും അവർക്ക് നൽകണമേ. സഭയ്ക്കും സമൂഹത്തിനും പ്രയോജനമുള്ള നല്ല വ്യക്തികളായി വളരാൻ പരിശുദ്ധാത്മാവിനെ നൽകി അനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ ആശ്വാസത്തിനും പാപികളുടെ മാനസാന്തരത്തിനും വേണ്ടി നമുക്ക് ദൈവത്തിന് അർപ്പിച്ച് പ്രാർത്ഥിക്കാം. കുരിശിൽ കിടന്ന് ജീവൻ വെടിയുകയും തിരുവിലാവിൽ നിന്നും കാരുണ്യത്തിൻ്റെ രക്തവും ജലവും ഒഴുകുകയും ചെയ്ത ഈശോയെ, ശുദ്ധീകരണ സ്ഥലത്ത് ദണ്ഡനം അനുഭവിക്കുന്ന എല്ലാ മക്കൾക്കും അങ്ങയുടെ കരുണയുടെ തുള്ളികൾ നൽകി അവരെ ആശ്വസിപ്പിക്കണമേ. ആരും ഓർക്കാനില്ലാത്ത ആത്മാക്കൾക്ക് സ്വർഗീയ കവാടം തുറന്നു കൊടുക്കണമേ. പാപത്തിൽ ജീവിക്കുന്ന ഏവർക്കും മാനസാന്തരത്തിൻ്റെ കൃപ നൽകുകയും ലോകം മുഴുവൻ അങ്ങയുടെ കരുണയാൽ നിറയുകയും ചെയ്യട്ടെ. വിശ്വാസത്തോടെ നമുക്ക് ചൊല്ലാം: പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ദൈവകരുണയുടെ ലിത്തിനിയ നമുക്ക് ഏറ്റുചൊല്ലാം: കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ക്രിസ്തുവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ദൈവപിതാവിൻ്റെ അനന്തമായ കരുണയെ ഞങ്ങൾക്ക് അഭയമേകണമേ. ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിൽ നിന്നൊഴുകിയിറങ്ങിയ ദൈവകരുണയെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യദാനമായ ദൈവകരുണയെ ഞങ്ങളെ വഴി നടത്തണമേ. അത്ഭുതങ്ങളുടെ ഉറവിടമായ ദൈവകരുണയെ ഞങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ പ്രയാസങ്ങളിലും രോഗങ്ങളിലും ആശ്വാസമായ ദൈവകരുണയെ ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. പാപികൾക്ക് പ്രത്യാശ നൽകുന്ന ദൈവകരുണയെ ഞങ്ങളെ മാനസാന്തരപ്പെടുത്തണമേ. മരണസമയത്ത് ഞങ്ങളുടെ ഏക പ്രതീക്ഷയായ ദൈവകരുണയെ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. നിത്യതയിൽ ഞങ്ങളുടെ സന്തോഷമായ ദൈവകരുണയെ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോയെ, അവിടുന്ന് മരിച്ചു, എന്നാൽ ജീവൻ്റെ ഉറവ ആത്മാക്കൾക്കായി തുറക്കപ്പെടുകയും കരുണയുടെ സമുദ്രം ലോകം മുഴുവൻ്റെ മേൽ ഒഴുകുകയും ചെയ്തു. ജീവൻ്റെ ഉറവെ, അളവറ്റ ദൈവകരുണയെ ലോകം മുഴുവനെയും ആവരണം ചെയ്തുകൊണ്ട് അവിടുന്ന് ഞങ്ങളുടെ മേൽ പൂർണ്ണമായി ഒഴുകിയിറങ്ങണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കരുണയുടെ ഉറവയായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. എത്രയും കരുണയുള്ള ദൈവമേ, അങ്ങയുടെ അനന്തമായ സ്നേഹത്തിലും കരുണയ്ക്കുമായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പ്രാർത്ഥന വഴി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അവിടുത്തെ സ്വർഗീയ സമാധാനവും സംരക്ഷണവും അയച്ചു തരണമേ. എല്ലാ ആപത്തുകളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, ദുഷ്ടാരൂപയുടെ ആക്രമണങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഈ ദിവസത്തെ, ഈ രാത്രിയെ അങ്ങയുടെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളോട് കരുണയായിരിക്കണമേ. യേശുവേ നാഥ, ഞങ്ങളുടെ ചുറ്റുമുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കളും ഞങ്ങളുടെ അയൽവാസികളും ഞങ്ങളുടെ കുടുംബക്കാരുമായ എല്ലാവരെയും അവിടെ തിരുമുമ്പിൽ സമർപ്പിച്ച് ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും അവിടുന്ന് സ്വീകരിച്ചരുളണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.